ചോദ്യം നമ്പർ 152 ശ്രീ പി ഉബൈദുള്ള, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും സിയും തിരുവനന്തപുരം, കണ്ണൂർ, വിയ്യൂർ എന്നീ 3 സെൻട്രൽ ജയിലുകളിലും വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലും വിയ്യൂർ ജില്ലാ ജയിലിലെ വനിതാ ബ്ലോക്കിലും മതിലുകളുടെ മുകളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചുമതല അതത് ജയിൽ സൂപ്രണ്ടുമാർക്കാണ്. 25/7/25 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു തടവ് പുള്ളി മതിൽ ചാടിപ്പോയ സാഹചര്യമുണ്ടായി. മണിക്കൂറുകൾക്കകം ഇയാളെ ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 899/2025 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും സംസ്ഥാന പോലീസ് മേധാവിയുടെ 1/9/2025 ഉത്തരവ് പ്രകാരം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരുന്നു. ഉത്തരമേഖല ജയിൽ DIG നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജയിലിലെ വൈദ്യുത വേലി പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് സംഭവത്തിനിടയാക്കിയ കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തിയിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ 4 ജയിൽ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചും ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുന്നതിന് ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ CN രാമേന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ശ്രീ ജേക്കബ് പുന്നൂസ് എന്നിവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 26/7/25 ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളാണ് കമ്മിറ്റി പരിശോധിക്കുന്നത്. സർ, ടേബിൾ ചെയ്താൽ പോരെ? യെസ്, താങ്ക് യു. ശ്രീ പി ഉബൈദുള്ള. സർ, കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ മറ്റു ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ടോ? ട്രെയിനിൽ വെച്ചൊരു പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്ത് തള്ളിയിട്ട് കൂടച്ചാടി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള അധിക സുരക്ഷകളാണ് ഏർപ്പെടുത്തിയിരുന്നത്? എന്നിട്ടും അതൊക്കെ മറികടന്ന് അയാൾ ജയിൽ ചാടിയത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയോ? അയാൾക്ക് ജയിൽ ചാടാൻ ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് കണ്ടെത്തൽ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. CM, ബഹുമാനപ്പെട്ട CM. സർ, ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമായ നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ് AK, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ് S, അഖിൽ ചാരിറ്റ്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് റിജോ KC ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ്. പൊതുവിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം ഈ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരും ശ്രീ ജേക്കബ് പുന്നൂസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ അവരുടെ പരിശോധനയുടെ ഭാഗമായി സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തടവ് പുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ പ്രധാന ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ, മാനവവിഭവശേഷി, ഉദ്യോഗസ്ഥ പരിശീലനം, നിലവിലുള്ള നടപടിക്രമം ഇവയെല്ലാം സമഗ്രമായി വിലയിരുത്തി പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരട്ടെ, ശക്തമായി നടപടികൾ നമുക്ക് സ്വീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ,
പല ജയിലുകളിലും വിശേഷിച്ച് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ ജയിൽ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ള അത്തരം പ്രതികളെ ജയിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണെന്നും അതാണ് ജയിൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും വിചാരണ തടവുകാരും ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരും ഇവരെ ഭയന്നാണ് ജയിലുകളിൽ കഴിയുന്നതെന്നുമുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു സംഘർഷാവസ്ഥ ജയിലുകളിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ജയിലിൽ കുറ്റവാളികളായവർ മാത്രമല്ല, സാധാരണഗതിയിൽ റിമാൻഡ് തടവുകാരും കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ ഈ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടി തന്നെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറുണ്ട്. രാഷ്ട്രീയ കേസുകളുടെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും ആനുകൂല്യമോ അവകാശമോ ജയിലുകളിൽ അനുവദിക്കുന്നില്ല. അതൊക്കെ അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. കൃത്യമായി ജയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് ജയിലിനെ കൊണ്ടുപോകുന്നതിനാണ് ജയിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്.